വിട്ടു ബഹാനെ ബാസ്. തിങ്കൾ മുതൽ വെള്ളി വരെ വൈകുന്നേരം 8 മണിക്ക് നിഖിൽ. Watch full episodes on Jio Hotstar. അടിപൊളി. എന്തൊരു വലിയ മാർക്കറ്റായത്. വരൂ, നമുക്ക് എന്തെങ്കിലും ഷോപ്പിംഗ് ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് ഓടി വാ. ഒരു മിനിറ്റ് മാഡം, മാഡത്തിന്റെ പേഴ്സ് താഴെ പോയി. ഇതാ പിടിച്ചോ. പകൽ എന്ത് പദം നടന്നിരിക്കുന്നത്. എന്നെ വിടാനാ പറഞ്ഞേ. അയ്യോ രക്ഷിക്കണേ. അത്രയ്ക്ക് ധൈര്യോ? നിന്നെ എന്താ ചെയ്യുന്നെന്ന് കണ്ടോ? അല്ല, ഇതൊരു മേയർ സാറോ? സാറെന്തായി സാറേ ഇവിടെ? മേയർ സാറേ, നിങ്ങൾ ഫുർഫുറി നഗറിന്റെ മേയർ അല്ലേ? ഇതെന്താ നിങ്ങൾക്ക് പാർട്ട് ടൈം ജോബ് ആണോ? ഇല്ല, പിന്നെ ഞാൻ എന്ത് ചെയ്യും? എന്റെ മകനെ ഒരു കൊള്ളസംഘം തട്ടിക്കൊണ്ട് പോയിരിക്കുക. ഞാൻ എന്ത് ചെയ്യും? അന്വേഷിച്ചപ്പോ അയാളോ ഈ ഫുർഫുറി നഗരത്തിലെ ഒരാളാ. അയാളുടെ പേര് പനലാലാണ്. ഇവിടുത്തെ വലിയൊരു ബിസിനസ് മാൻ അത്രേ. അദ്ദേഹത്തിന്റെ മകനെ കൊണ്ടുകൊടുത്തിട്ട് എന്റെ മകനെ കൂട്ടിക്കൊണ്ട് വരാനാ പറഞ്ഞത്. ആ പനലാലിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവരുടെ സെക്യൂരിറ്റീനെ ഒക്കെ കണ്ണു വെട്ടിച്ച് അവരുടെ മകനെ കൊണ്ടുവരുന്നത് എളുപ്പമാണ്, ഈസി ആയിട്ട് ചെയ്യും. അത് ശരി, പക്ഷെ അതിന് ഈ ലേഡി സാർ എന്തിനാണ് കടത്തിയത്? ഈ ലേഡി അവരുടെ വീട്ടിലെ ജോലി ചെയ്യുന്നത്. ദിവസം ആ ചെറുക്കനെയും കൂട്ടിക്കൊണ്ട് മാർക്കറ്റിലേക്ക് പോകും. ആ ചെറുക്കന്റെ ഒപ്പം ഈ പുള്ളിക്കാരിനെ പിടിച്ചോണ്ട് വന്നാ ഞാൻ വിചാരിച്ചത്. പക്ഷെ ഇന്ന് പുള്ളിക്കാരുടെ ഒപ്പം ആ ചെറുക്കൻ വന്നിട്ടില്ല. ഇനി ഞാൻ എന്റെ മകനെ എങ്ങനെ രക്ഷിക്കൂ? അത് നോക്കൂ മാഡം, ഇപ്പൊ സാറ് പറഞ്ഞ മുഴുവൻ കഥയും കേട്ടല്ലോ. ഇദ്ദേഹം ചെയ്തത് തെറ്റാണ്, എന്നാലും ഇദ്ദേഹത്തിന്റെ അവസ്ഥ വെച്ച് ചെയ്തു പോയതാണ്. അതുകൊണ്ട് പ്ലീസ് മാഡം, ഇദ്ദേഹത്തിനെതിരെ മാഡം പോലീസിൽ ഒന്ന് കംപ്ലൈന്റ് ചെയ്യരുത്. പ്ലീസ് മാഡം വെക്കുള്ളൂ. ശരി, എനിക്കറിയാം. എന്നാൽ നിങ്ങളാണ് രക്ഷപ്പെടുത്തിയത്. അതിന് ഒരുപാട് നന്ദി. സാർ ഇനി ഒരു കാര്യം ഓർത്ത് വിഷമിക്കണ്ട. ഞങ്ങളൊക്കെ കൂടെ ഉണ്ടല്ലോ. ആ പന്നലാലിന്റെ മകനെ ഞങ്ങൾ കൂട്ടിക്കൊണ്ടുവരും. മേയർ സാറിന്റെ മോനെയും ആ പന്നലാലിന്റെ മോനെയും രണ്ടുപേരെയും ഞങ്ങൾ രക്ഷിച്ചിരിക്കും. എന്ത് ഭംഗിയാണ്. അടിപൊളിയായിട്ടുണ്ട്. എന്തൊരു ഗംഭീര ബംഗ്ലാവാണ്. ഇതാണ് എന്റെ റോബോട്ടിക് സ്നേക്. ശരിക്കും അടിപൊളി. ഇപ്പൊ നോക്കൂ, അകത്തേക്ക് പോ. അങ്ങനെ തന്നെ. പൊന്നു ചേട്ടാ, തക്ക സമയത്താ ഈ വഴിക്ക് വന്നത്. അകത്തൊരു വലിയ പാമ്പുണ്ട്. അതിനെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിക്കണം ചേട്ടാ. അതെ അനിയന്മാരെ, ഞങ്ങള് ജോലി തന്നെ പാമ്പിനെ പിടിക്കലാണ്. ഞങ്ങളൊരു പാമ്പിനെ പിന്തുടർന്നാണ് ഇവിടം വരെ എത്തിയത്. മനസ്സിലായോ? അതെ, ഈ വീട്ടിനകത്താ പോയിരിക്കുന്നത്. വരൂ, അകത്ത് പോയി പാമ്പിനെ പിടിക്കാം. വേണ്ട മോനെ, നീ പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. ഞങ്ങൾ ഇവിടേക്ക് എത്തിയല്ലോ. എന്ത്?
ചേട്ടാ എന്റെ ചങ്ങ ബ്രോ, ഈ മോട്ടി ഏത് പാമ്പിന്റെ ഒപ്പമാണ് കളിച്ചോണ്ടിരിക്കുന്നത്? ഞാൻ അയച്ച റോബോട്ടിക് സ്നേക്ക് അവിടെ ഉമ്മറത്തല്ലേ ഉള്ളത്? ഹലോ പത്ലു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ചേട്ടാ എന്റെ ചങ്ങ ബ്രോ, അവിടെ മോട്ട് കളിക്കുന്നത് ശരിക്കത്തെ പാമ്പിന്റെ ഒപ്പമാ, ശരിക്കത്തെ പാമ്പ്. മോട്ടു മോട്ടു അത് പിന്നെ അത് ശരിക്കുള്ള പാമ്പാണ്. എന്താ പത്രു, എന്ത് സത്യമാ? ഇപ്പൊ നീ ഒരു പാമ്പിനെ പിടിച്ചിട്ടില്ലേ? അല്ലല്ലല്ല, അത് നിന്നെയാണ് പിടിച്ചിരിക്കുന്നത്. അയ്യോ മോട്ടു, നിങ്ങൾ എന്തൊരു ധൈര്യശാലിയാ! നിങ്ങളെ പേടിച്ച് ആ പാമ്പ് ഓടിപ്പോയി. ഇതാ നോക്കു മോനെ, നിനക്ക് വേണ്ടി ഞങ്ങൾ ഒരു ഗിഫ്റ്റും കൊണ്ടാണ് വന്നിരിക്കുന്നത്. നീ ഇതിലേക്കൊന്ന് കുനിഞ്ഞു നോക്ക്. ഇതാ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു. ഞങ്ങൾ കുട്ടിയെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ. അവനെ കിട്ടിപ്പോയി. വരൂ, പെട്ടെന്ന് ചെന്ന് എന്റെ മകനെ രക്ഷിക്കാം. ചെറുക്കനെ വിളിച്ചോണ്ട് വന്നോ? ആ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ അതിനു മുമ്പ് കാര്യം പറ, ഈ മേയർ സാറിന്റെ മകൻ എവിടെയാണുള്ളത്? ജോണാകാൻ പോകുന്നു ഡോൺ. കുടുങ്ങിയല്ലോ മോട്ടു, എന്റെ വലയിൽ കുടുങ്ങിയല്ലോ മോട്ടു. ഇപ്പോ പല്ലാൽ എനിക്ക് 100 കോടി തരണം. അടിപൊളി കവിതയായിരുന്നു കേട്ടോ. ജോൺ, നീ ഇവിടെ എന്താണ് ചെയ്യുന്നത്? ഞാൻ തന്നെ. ഞങ്ങൾ എല്ലാവരും പല്ലാലിന്റെ മോന് പകരം 100 കോടി ചോദിക്കാൻ പോവുകയാണ്. പക്ഷെ മേയർ സാറിന്റെ മകൻ എവിടെയാണുള്ളത്? അവനെ നിങ്ങൾ എന്തിനാണ് പിടിച്ചിട്ട് വന്നത്? പറയൂ ജോൺ. ആരാണ് മേയർ സാറ്? മേയർ സാറേ, ഇവന്മാർക്ക് നിങ്ങളുടെ ശരിക്കത്തെ രൂപം ഒന്ന് കാണിച്ചു കൊടുക്കുന്നേ. എന്റെ പേര് മിസ്റ്റർ ബൂസ. കയ്യില് കിട്ടുന്നവരൊക്കെ ഇടിച്ച് പപ്പടമാക്കും ഞാൻ. ഈ പ്ലാനൊക്കെ ജോണിന്റെതാണ്. ജോൺ പറഞ്ഞിരുന്നു, നിങ്ങളെയൊക്കെ പറ്റിക്കുന്നത് വളരെ നിസ്സാര കാര്യമാണ്. അതിന്റെ ഒപ്പം തന്നെ ഈ മേയറിന്റെ പ്ലാനും പറഞ്ഞായിരുന്നു. ആ ചെറുക്കനെ ഇങ്ങോട്ട് താ. ചെറുക്കനെ ഈ ബാഗിന്ന് മാറ്റ്. ചെറിയ ചെക്കനെ കിട്ടിയല്ലോ. ബാഗ് ഇപ്പൊ ഞങ്ങളുടെ കയ്യിലാണ്. ഇനി ഈ ഫുർഫുറി നഗറിലെ ഏറ്റവും വലിയ പണക്കാരൻ ഞാനായിരിക്കും. അല്ല, ഇതെന്താ ബൊമ്മയാണല്ലോ? ആ ചെറുക്കൻ എവിടെ? ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ സംശയമുണ്ടായിരുന്നു. ഇതിലെന്തോ ഒരു പ്രശ്നമുണ്ടെന്ന് ഞങ്ങൾ വിചാരിച്ചതാ. മേയർ സാറിന് ഇവിടെ എന്താ കാര്യം ആലോചിച്ചു. അതുകൊണ്ട് ആ കുട്ടിയെ അവിടെ തന്നെ വിട്ടിട്ട് വന്നതാ. നീയാണ് ശരി, വിഷമിക്കണ്ടെന്ന് പറഞ്ഞിട്ടാ ഒരു ഡോളിനെ കൊണ്ടുവന്നത്. ആ കുട്ടി അവന്റെ അച്ഛന്റെ കൂടെ അവിടെ ഭദ്രമായി ഇരിക്കുന്നുണ്ട്. എന്റെ പേരാണ് മിസ്റ്റർ ബൂസ. കയ്യിൽ കിട്ടുന്നവരൊക്കെ ഇടിച്ച് പപ്പടാക്കും ഞാൻ. നിങ്ങളെയൊക്കെ ഇടിച്ച് ഞാൻ പപ്പടാക്കാൻ പോവാ. അതിനു മുമ്പ് ഈ ജോണിനും അവന്റെ കൂട്ടാളികളെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് വരാം. ഇപ്പൊ ഞാൻ എന്താ ചെയ്തത്? ചീറ്റിംഗ് ചെയ്ത് അവരല്ലേ എന്നെ എന്തിനാ തല്ലുന്നത്? ഈ തുടക്കത്തിൽ ഞങ്ങളോട് എന്താണ് പറഞ്ഞത്? ഇവരെയൊക്കെ പറ്റിക്കുന്നത് വളരെ എളുപ്പമുള്ള കാര്യമാണെന്നോ? ഇവരെയൊക്കെ വെച്ച് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാം. എല്ലാരും ഭയങ്കര ക്ലെവർ ആണ് ഇവിടെ. അതുകൊണ്ട് ആദ്യം നിന്നടിച്ച് പപ്പടാക്കിയിട്ട് പിന്നെ അവരെ ഇടിക്കും. തുടങ്ങാം. അയ്യോ വേണ്ട. അയ്യോ എന്റെ തലല്ലേ. അയ്യോ എന്റെ തല കറങ്ങി എനിക്കെല്ലാം 4 ആയിട്ട് കാണുന്നേ. അയ്യോ 3 പേരുണ്ടോ? താങ്കളെ മനസ്സ് നിറഞ്ഞെങ്കിൽ ഇനി ഞങ്ങൾക്ക് അവസരം തരൂ. ഞങ്ങൾക്ക് അവരെ അടിച്ച് സന്തോഷിക്കണം. അയ്യോ വേണ്ട. നിങ്ങളെന്തിനാ വന്ന് അടിക്കുന്നേ? അതെ, ഇവൻ ഞങ്ങളെയും ഒരുപാട് കളിപ്പിച്ചില്ലേ, അതിനു വേണ്ടിയിട്ടാണ്. അതിന് ഞങ്ങൾ ഇവനോട് പകരം ചോദിക്കണ്ടേ? അതിനുശേഷം നിങ്ങൾ ഞങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ. ഇനി നിങ്ങളുടെ ഊഴമാണ്. ഓക്കേ, വരൂ. അയ്യോ വേണ്ട മോട്ടു, വേണ്ട. എന്നെ വിട്ടേക്ക് മോട്ടു പ്ലീസ്. ഞാനും നീ ഒരേ നാട്ടുകാരല്ലേ. സ്വന്തം നാട്ടുകാരിങ്ങനെ തല്ലുകൂടാൻ പാടുണ്ടോ? പറയും നോക്കട്ടെ. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുകയാണ് പ്ലീസ്. നമ്മളൊക്കെ ബ്രദേഴ്സ് അതെ, അല്ലേ? അതൊക്കെ ശരിയാണ്. നമ്മളെല്ലാം സഹോദരങ്ങളാണ്. നീ നേരെ ഇവിടെ നിന്ന് ഫുർഫുരി നഗരത്തിലേക്ക് ഓടിപ്പോയിക്കോളൂ. നിന്നെ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടോളാം. എന്താ, പോകുന്നോ? അയ്യോ അതിന്റെ എന്താ ഇത്? ടിക്കറ്റ് ഇല്ലാതെ ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്നു.
ഇങ്ങനെ ഇടി വീരനാണെന്ന് തോന്നുന്നു. നമുക്ക് പോകാം. നിനക്ക് ഇത്രമാത്രം പവർ ഉണ്ടായിരുന്നോ? എന്റെ മുഴുവൻ ശക്തിയും നീ ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. വരുന്നോ, ഒരു കൈ നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ മുഴുവൻ ശക്തിയും എങ്ങനെയുണ്ടെന്ന് നമുക്ക് കാണാമല്ലോ. Wow, what a shot, Motu. ഇനി അടിക്കരുത്. ഇന്ന് തൊട്ട് ഞാൻ ഒരു തെറ്റായ പ്രവർത്തികളും ചെയ്യില്ല. പ്ലീസ്, സത്യമാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പൊയ്ക്കോട്ടെ. പ്ലീസ് എന്നെ വെറുതെ വിട്ടേ. ശരി പൊയ്ക്കോളൂ. പക്ഷെ ഇനി ഈ ഭാഗത്ത് നിന്നെ എങ്ങനെ കണ്ടുപോയേക്കരുത്. പറഞ്ഞത് മനസ്സിലായോ? ഇല്ല, ഇനി ഒരിക്കലും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു പോലും നോക്കില്ല. അല്ല, നിനക്ക് നാട്ടിലേക്ക് പോകാൻ കാശ് വല്ലതും വേണോ? പറയേ. വേണ്ട. എത്ര പ്രാവശ്യം വന്നാലും ഈ സ്ഥലം നമുക്ക് ഒരിക്കലും ബോറടിക്കില്ല, അല്ലേ വലിയേട്ടാ? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, നീ പറയുന്നത് ശരിയാ. വാവ്, നമുക്കൊരു സ്പെഷ്യൽ സെൽഫി എടുത്താലോ? അയ്യോ, ആരോ എന്നെ കാക്ടസ് ആക്കി മാറ്റി. ഇവിടെ എന്തെങ്കിലും രോഗം പരക്കുന്നുണ്ടോ? വാ, പോയി നോക്കാം. എന്തിനാ എല്ലാവരും ഇങ്ങനെ നിലവിളിച്ചോടുന്ന? വരൂ. അയ്യോ, ദാ വരുന്നു, വേഗം ഓടിക്കോ. ഡോക്ടർ കാക്ടസിന്റെ കാക്ടസ് കൊണ്ട് എല്ലാരും ഞാൻ നശിപ്പിക്കും. എല്ലാരും പേടിച്ചോടുന്ന ഓട്ടം കണ്ടോ? ഇനിയാണ് എന്റെ സ്വപ്ന സാക്ഷാത്കാരം. അയ്യോ, ഓടിക്കോ. ഓടി രക്ഷപ്പെടേ, വേഗം. ഇതെന്താണ് പെട്ടെന്ന് ശരീരമൊക്കെ ചൊറിയുന്നതാ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ചൊറിഞ്ഞുകൊണ്ടിരിക്കാണ്. രക്ഷിക്കണേ, ആരെങ്കിലും രക്ഷിക്കണേ. എങ്ങനെയായി പോയത്? എന്താ, എനിക്കെന്താ സംഭവിച്ചത്? നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത്? നീ തന്നെ നോക്കിക്കോളൂ. പൊളിച്ചെടുത്തല്ലോ മമ്മി. ഞാൻ എങ്ങനെ കാക്ടസ് ആയി മാറിയത്? ഡോക്ടർ ചട്ക, എന്തിനു വേഗം ചെയ്തിട്ട് രക്ഷിക്കണേ. എന്റെ ഗസിച്ചറാമ ഇങ്ങനെ കിടന്ന് അലറണ്ട, ഒന്നും മിണ്ടാതിരിക്കേ. ആരാണോ നിന്നെ ഇങ്ങനെ ആക്കിയത്? അവരിവിടെ എവിടെങ്കിലും അടുത്ത് തന്നെ ഉണ്ടാവും. 4 ഭാഗത്തേക്ക് നോക്ക്, നല്ല ശ്രദ്ധിച്ച് നോക്ക്. അയ്യോ, ചൊറിയുന്നു. ഞാൻ കാക്ടസായി മാറി. അങ്ങോട്ട് നോക്ക്. കണ്ടില്ലേ, വൈറ്റ് കോട്ട് ഇട്ടുകൊണ്ട് ഒരുത്തൻ പോകുന്നത്? നമുക്ക് മിണ്ടാതെ അവനെ പിന്തുടർന്ന് പോകാം. അവൻ എവിടേക്കാ പോകുന്നതെന്ന് നമുക്ക് കണ്ടുപിടിക്കാം. അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാം. അത് കണ്ടുപിടിച്ചേ മതിയാകൂ. നീ ആരായിരുന്നാലും മര്യാദയ്ക്ക് അവിടെ നിൽക്ക്. അയ്യോ, എന്നെ തിരിച്ചറിഞ്ഞു. എന്റെ കണ്ണ് വെളുത്തതായല്ലോ. നീ എങ്ങോട്ടാണ് ഓടി രക്ഷപ്പെടാൻ പോകുന്നത്? എവിടെ പോയാലും നിന്നെ ഞാൻ വിടില്ല. അയ്യോ പകലു, എന്നെ അവൻ കാറ്റസാക്കി മാറ്റിയല്ലോ. എന്റെ മോട്ടു, ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ശബ്ദമുണ്ടാക്കാതെ പിന്തുടരണോന്ന്. പക്ഷെ നീ എന്താ ചെയ്തത്? ആവശ്യമില്ലാതെ ശബ്ദമുണ്ടാക്കി എല്ലാം നശിപ്പിച്ചില്ലേ? സോറി, വെരി സോറി. ഞാൻ തെറ്റ് ചെയ്തു പോയി. ഞാൻ പെട്ടെന്ന് ആവേശത്തോടെ ചെയ്തു പോയതാ പത്തലു. അയ്യോ, എനിക്ക് സഹിക്കാൻ മേലേ. അയ്യോ, ചൊറിയതേ. അയ്യോ, എനിക്ക് സഹിക്കാൻ മേലേ. അയ്യോ, ചൊറിയതേ. അയ്യോ. അല്ല, താൻ എന്താണ് ചെയ്യുന്നത്? അവിടെ പോയി നിൽക്കടോ. ഞാനും എന്തോ പേടിച്ചു പോയി. അവൻ അന്വേഷിക്കേ. ഈ ഭാഗത്ത് എവിടെയെങ്കിലും കാണും. നിന്നെയാണ് ഞങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരുന്നത്. എന്താ, ഇനിയും കുറച്ച് കാക്ടസ് സ്പ്രേ വേണോ? വേണമെങ്കിൽ തരാം. അയ്യോ, ഓടിക്കോ, രക്ഷപ്പെട്ടോ. അയ്യോ, ഓടിക്കോ.
വേഗം വരൂ. അവന്മാരിത് എവിടെ പോയി? അത് ശരി, എല്ലാരും ഇവിടെ ഉണ്ടല്ലേ? എന്റെ അമ്മോ, അവൻ എന്നെ കാക്ടസ് ആക്കി മാറ്റി. ഇൻസ്പെക്ടർ ചിങ്കം, ചാർജ്. പറയൂ ചിങ്കം സാർ, എന്താണ് പറ്റിയത്? ഇളനീർ പട്ടാളമേ, ആ ഡ്രോണെ നിങ്ങൾ ഇടിച്ചിടിച്ച് കഷ്ണമാക്കണം. ഓക്കെ സാർ. അയ്യോ, തേങ്ങയെ നമ്മളെ കാക്ടസ് ആക്കി മാറ്റിയല്ലോ. എന്ത് ചെയ്യും ഇനിയെ? സാറ് കാരണം ഞങ്ങളും കാക്ടസ് ആയി മാറി. ഇത്രയധികം കഷ്ടപ്പെട്ട് നമ്മളൊരു ഡ്രോൺ മാത്രമാണ് നശിപ്പിച്ചിരിക്കുന്നത്. പക്ഷെ ഇതുകൊണ്ട് ആരാണ് കളിക്കുന്നതെന്ന് നമ്മൾ കണ്ടെത്തിയേ മതിയാകൂ. അവൻ എവിടെയുണ്ടെങ്കിലും അവനെ കണ്ടുപിടിക്കണം. ഡോക്ടർ ജഡ്ക, എന്തെങ്കിലും ഒന്ന് ചെയ്യേ. നിങ്ങളുടെ കയ്യിലും ഡ്രോൺ ഉണ്ടല്ലോ. ഞാൻ ഇപ്പൊ തന്നെ ഡ്രോൺ അയച്ചേക്കാം. അവന്മാരിന്റെ ഡ്രോണ് തകർത്ത് തരിപ്പണമാക്കി. പോ, അവന്മാർ എവിടെയാണെങ്കിലും ചെന്ന് പിടിച്ചോണ്ട് വാ. അതിന്റെ ആവശ്യമൊന്നും ഉണ്ടാവില്ല. അതിന് മുമ്പ് തന്നെ ഞങ്ങൾ ഇങ്ങനെ എത്തിയില്ലേ? അല്ല, ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിങ്ങൾക്ക് എങ്ങനെയാ മനസ്സിലായത്? എന്താ നിനക്ക് മുതൽ ഡ്രോൺ കൊണ്ട് കളിക്കാൻ പറ്റുള്ളൂ, ഞങ്ങൾ കളിക്കാൻ പറ്റില്ലേ? നീ ഒന്ന് മേലോട്ട് നോക്കുമോനെ. ഞങ്ങളുടെ ഡ്രോൺ ഇവിടെ തന്നെയാണ് കിടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് നിന്നെ ഞങ്ങൾ ട്രാക്ക് ചെയ്ത് നിന്നെ ഞങ്ങൾ വളയിലാക്കി കളഞ്ഞത്. ഇപ്പൊ പറയേ, നീ ഇവിടെ എന്താ ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതെന്തിനാ ഞാൻ നിന്നോട് പറയുന്നേ? എന്റെ പ്ലാനിന് തടസ്സം നിൽക്കരുത്. അത് നിങ്ങൾക്ക് നല്ലതല്ല. എല്ലാവന്മാരെയും പിടിക്കേ. അതാ എല്ലാവരെയും ചെന്ന് പിടിക്കേ. നിൽക്ക, ഒരു മിനിറ്റ്. ഓക്കെ, വരൂ വരൂ, ഞങ്ങളെ പിടിക്കേ, ഞങ്ങളെ പിടിക്കേ. വരൂ, പോരെ പോരെ പോരെ, അങ്ങനെ തന്നെ. ഞങ്ങളെ പിടിക്കൂ. പിടിക്കണ അവന്മാരെ. എടാ, നിങ്ങളൊക്കെ എന്താ കാണിക്കുന്നേ? അവന്മാരെ പിടിക്കേ. അവരുടെ ശരീരം മൊത്തം മുള്ളാണ് സാർ. ആദ്യം സാറാ മുള്ളൊന്ന് മാറ്റ്, എന്നിട്ട് പിടിക്കാം. എത്രയും പെട്ടെന്ന് ഇവരെ പഴയ രീതിയിലാക്കണമല്ലോ, അല്ലെങ്കിൽ എന്റെ പ്ലാൻ മൊത്തം തകരും. ചെന്നവന്മാരെ പിടിക്കേ. ടൈം പ്ലീസ്. എനിക്ക് ഭയങ്കര വിശപ്പുണ്ട്. ഞാൻ അല്പം സമൂസ കഴിച്ചോട്ടെ. അതിനെന്താ, കഴിച്ചോ? ഇപ്പൊ വാള എല്ലാവരും. ഇതാ പിടിക്കേ. അങ്ങനെ തന്നെ മോട്ടു. അല്ല, താനെന്താ മേലോട്ട് നോക്കിയിരിക്കുന്നേ? അടുത്ത് തന്റെ അവസരമാണ് ഡോക്ടർ കാക്ടസ്. അയ്യോ, എന്താ ഇത്? ഞാൻ കാക്ടസാ. എന്നെയും നിങ്ങൾ മുള്ളോട്ട് കുത്തിക്കുകയാണോ? മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ, നീ എന്തിനു വേണ്ടിയാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഞാനൊരു വലിയ സയന്റിസ്റ്റാ. ഒരു എക്സ്പെരിമെന്റ് നടത്തുമ്പോ ചെറിയ അബദ്ധം പറ്റി. അങ്ങനെയാണ് എന്റെ മുഖം കാക്ടസ് ആയി മാറിയത്.
എനിക്ക് പഴയ രീതിയിലാവാൻ വേണ്ടി ഒരു ലബോറട്ടറി ഉണ്ടാക്കേണ്ടി വന്നു. അതിനുവേണ്ടി എനിക്ക് വിശാലമായ സ്ഥലം വേണമായിരുന്നു. അതുകൊണ്ടാണ് എല്ലാരെയും കാക്ടസ് ആക്കണമെന്ന് വിചാരിച്ചത്. അപ്പൊ പിന്നെ ഭയം കൊണ്ട് ആരും ഈ ഭാഗത്തേക്ക് വരില്ലല്ലോ. ആരും ഇല്ലാതായി കഴിയുമ്പോ ഇവിടെ ലബോറട്ടറി തുടങ്ങാമെന്നാണ് എന്റെ പ്ലാൻ. എനിക്കിനി പഴയതുപോലെ ആകാൻ കഴിയുമോ എന്തോ. പക്ഷെ താൻ ഞങ്ങളെല്ലാരും ശരിയാക്കി തന്നല്ലോ. അത് അല്പസമയത്തേക്കല്ലേ, എന്നേക്കുമായിട്ടുള്ള ഒരു പരിഹാരമാ ഞാൻ ചിന്തിക്കുന്നത്. പൊളിച്ചല്ലോ മമ്മി. അപ്പൊ നമ്മുടെ ജീവിതകാലം മുഴുവൻ ഇങ്ങനെ തന്നെ ഉണ്ടാവോ? എന്റെ ചങ്കേന്റെ ബ്രോ, ഞാനിവിടെ ഉണ്ടല്ലോ. ഞാനിപ്പോ തന്നെ എല്ലാവരെയും പെർമനന്റ് ആയിട്ട് ശരിയാക്കാം. ഓക്കെ അല്ലേ? ശരിയായി, ഞാൻ പഴയതുപോലായി. ഡോക്ടർ ജഡ്ക, നിങ്ങൾ എന്നെക്കാളും വലിയ സയന്റിസ്റ്റാ. ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല. അതെ, വെറും താങ്ക്സ് മാത്രം പറഞ്ഞാ പോരാ. വരൂ, നമുക്ക് എല്ലാവരെയും കൂട്ടിക്കൊണ്ടു പോയിട്ട് സമൂസ വാങ്ങിച്ചിട്ട് ഇതൊന്ന് ആഘോഷിക്കാം. ഡോക്ടർ ജഡ്ക, ഞങ്ങൾ ആദ്യം പോയി സമോസ പാർട്ടിക്കുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കാം. അപ്പോഴേക്കും നിങ്ങൾ നിങ്ങളുടെ കണ്ണിൽ കാണുന്നവരെയൊക്കെ ശരിയാക്കൂ. എന്നിട്ട് വരൂ. തന്നെ ചെയ്തേക്കാം. Watch India's largest kids library only on Jio Hotstar. Download the app now.